ചിലപ്പോ നടന്നേക്കേ അമ്മ കേക്കണ്ട. പിന്നെ ഒന്നുമില്ലേ, പിള്ളേർക്ക് വേണ്ടിയല്ലേ. ഇതാര്? ഇതെന്റെ ചേട്ടനാ. ഇയാൾ എവിടെയായിരുന്നു ഇതുവരെ? ഉറങ്ങുമായിരുന്നു. ഓ, അവൻ എപ്പോഴും ഉറക്കാ. കുംഭകർണനാ? മക്കൾ അങ്ങോട്ട് മാറിയിരിക്കെ. അച്ഛാ, രാമുവിന് അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന്. ഞാനിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ വന്നതാ. എന്റെ അച്ഛന്റെ നാട് എവിടെയാ? ആഹാ, എന്താ മോന്റെ തറവാടിന്റെ പേര്? വിഷയം പറയട്ടെ മുത്തശ്ശി. അതെ, എന്റെ ചെറുപ്പത്തില് അച്ഛനെന്റെ പേരിൽ കുറച്ച് പൈസ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിരുന്നു. ഇപ്പൊ അത് എടുക്കാൻ ചെന്നപ്പോ ആരെങ്കിലും ജാമ്യം നിക്കണമെന്ന്. സാറൊന്ന് വിചാരിച്ചാല്. അതിനെന്താ, തനിക്ക് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാം. സമയം കളയണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. വാ എന്ത് ഗെയിം? മക്കളെ, അങ്കിളിന് അത്യാവശ്യമായിട്ട് പുറത്തു പോണം, അതുകൊണ്ടല്ലേ. അതിപ്പോ കണ്ണ് കെട്ടിട്ടൊക്കെ. ഓക്കെ, കുട്ടികളെന്ന് പറഞ്ഞ എനിക്കൊരു വീക്ക്നെസ്സാ. ഒറ്റ ഗെയിം, ഷോ 2 എണ്ണം. കുട്ടികൾക്ക് വിഷമാവും. ഇപ്പൊ കണ്ണ് കെട്ടി കളി എന്ന് പറഞ്ഞ എനിക്ക് ഹര. അയാൾ എവിടുന്ന് പോവില്ല, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ തന്നെ കൂടും. ആരാദ്യം കിട്ടും? ചേച്ചി ഫസ്റ്റ്. കണ്ണ് കെട്ടുന്നൊക്കെ കൊള്ളാം, അവനൊക്കെ കെട്ടിപ്പിടിക്കരുത്. ഒന്ന് പോകുന്നുണ്ട്. കൃഷ്ണ 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 അയ്യോ അങ്കിളെ, പടിക്ക് പുറത്തിറങ്ങിയാൽ ഔട്ട്. കൊച്ചേട്ടാ, ഇനി കൊച്ചേട്ടൻ. കൊച്ചേട്ടൻ കറക്റ്റ് സമയത്ത് തന്നെ വന്ന് പെട്ടു. വേണം ഇനി കൊച്ചേട്ടൻ. ഞാനല്ലേ പറയുന്നത്. പിടികൊടുക്കരുത്. അച്ഛനും അമ്മയും ആ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നിന്റെ അമ്മയുടെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു. അച്ഛൻ ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓ, ഇവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. രാമു കഴി, നീ പട. അവൻ നമ്മളെല്ലാരും പൊട്ടം കളിപ്പിക്ക. ഒക്കെ അവന്റെ അടവാ. കണ്ടില്ലേ, അവൻ വീടിനകത്ത് കിടന്ന് പിള്ളേര് കളിക്കുന്നത്. വലിച്ച് പുറത്തേക്കിട്ട് വെച്ച് നിർക്കട്ടെ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ നീ? അകത്ത് രക്തം വീണ ദൈവകോപം ഉണ്ടാവും, തറവാട് മുടിയും. ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നത് അവന് വേണ്ടിയല്ലേ? അവനാ പടിവാതിൽ കടന്നാൽ ഉടൻ വെട്ടി അരിയണം, പക തീരും വരെ.
മക്കളെ കളിച്ചത് മതി. മുത്തശ്ശ പ്ലീസ് ഒരു തവണ കൂടി. വേണ്ട, അങ്കിളിന് പോകാൻ നേരായി. സാരില്ല സാറേ, എനിക്ക് ധൃതിയില്ല. പിള്ളേരുടെ സന്തോഷമല്ല നമുക്ക് വലുത്. 5 മണി വരെ പോസ്റ്റ് ഓഫീസ് കാണും. ഇന്ന് തന്നെ തന്റെ കാര്യം തീർപ്പാക്കി തരാം. പോവാം. പോവാല്ലേ? എവിടേക്കാ? എന്റെ ബാഗ് എടുത്തില്ല. ബാഗ് ധരിക്കുന്നു. ഒരു മിനിറ്റ്. കൃഷ്ണയുടെ ഡ്രോയിങ് ബുക്ക് ഞാൻ തന്നില്ലേ? ആ തന്നിരുന്നു. മറന്നിട്ടില്ലല്ലോ? ഇല്ല. അത് കേട്ടാ മതി. അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഡോക്ടർക്ക് സുഖം തന്നെയല്ലേ? മുത്തശ്ശി അനുഗ്രഹിക്കണം. നന്നായി വരും. ആയിക്കോട്ടെ. മുത്തശ്ശി ദീർഘസുമംഗലിയെ. കൃഷ്ണയുടെ അമ്മേ, ഭക്ഷണമൊക്കെ നന്നായിട്ടോ. ആ മാമ്പഴപ്പുളിശ്ശേരി ഗംഭീരായി. അതെങ്ങനെയാ അത് ഉണ്ടാക്കണത്? അതുണ്ടാക്കിയത് മുത്തുമണിയാ. ഓ, മുത്തുമണി ചേച്ചി, ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ടെങ്ങനെയാണ്? അത് പിന്നെ കേക്കാം. അയ്യോ, ഇന്ന് കഴിച്ച മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ട് പിന്നെ കിട്ടില്ല. അതുകൊണ്ടാ ചേച്ചി. അതെ, ഈ എങ്ങനത്തെ മാമ്പഴമാണ് ഉപയോഗിക്കേണ്ടത് ഇതിനു വേണ്ടിട്ട്? പ്യൂർ മാങ്ങ, ഗോമാങ്ങ, നമ്മുടെ കടുക്കാച്ചി മാങ്ങ. കടുക്കാച്ചി മാങ്ങ, കണ്ണിമാങ്ങ പഴുത്തത് പളപളാന്ന് നന്നായി കഴുകിട്ട് തൊലി വേണ്ട അത് കുറച്ചെടുത്ത് നല്ലതുപോലെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിക്കണം. മറന്നുപോയി. വെളിച്ചെണ്ണ അല്ലേ? എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ. അയ്യോ എന്റെ എനിക്കത് കിട്ടൂല. എനിക്ക് ആലുവ എപ്പോഴും കിട്ടുള്ളൂ. ഉലുവ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ കടുക് ഇടും. കടുകിടണം, കുറച്ച് മതി. ആ കടുകിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടി ഇട്ട് ആ കടുക് അയ്യോ അതിപ്പോ എങ്ങനെയാ? കുറച്ച് മതി. അത് കറക്റ്റ് ആയിട്ട് പറയണം. എണ്ണം തെറ്റാൻ പാടില്ല. ചേരുവ എണ്ണം പറഞ്ഞ ഞാൻ തരാം. പോസ്റ്റ് ഓഫീസ് ഇപ്പൊ പൂട്ടും. പോസ്റ്റ് ഓഫീസ് പൂട്ടാറായല്ലേ? അയ്യോ, ഭക്ഷണം ഉണ്ടാക്കി തന്ന രുദ്രനെ കണ്ടില്ല. രുദ്രൻ പുറത്തു വെപ്പുണ്ട്. ഓ ആണോ? ബൈ അങ്കിൾ. ഹായ് കുട്ടികൾ. എന്താ മക്കളെ, അങ്കിള് പോണ്ടെന്നാ കളിക്കാന്നോ? ഓക്കെ. എന്ത് കളിയാ നമ്മളിപ്പോ കളിക്കാ? ആനപ്പുറത്ത് എറിയണ്ടോ? ഇല്ല. എന്നാ ആന കളിക്കാം. ഓക്കെ. ഞാൻ കൊമ്പനാന. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചുള്ളൂ. ആന ഇപ്പൊ പെണ്ടുവിട്ടേനെ. പോവാം. ഓ ടാറ്റാ. അയ്യോ, എന്തു പറ്റി? എന്റെ പേഴ്സ് കാണാനില്ല. എന്റെ എല്ലാ സമ്പാദ്യം അതിനകത്താ. ഇത്ര നേരം ഉണ്ടായതാ കയ്യില്. ചുമ്മാ എല്ലാരും ഒന്ന് നോക്ക്. കിട്ടണേ. പേഴ്സ് കിണ്ടി. അല്ല, കിട്ടി. പേഴ്സ് കിട്ടി.